ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ സിമ്പിളായിട്ട് സെലക്ട് ചെയ്യാനും അവയുടെ കളർ എങ്ങനെ മാറ്റാം എന്നുമാണ് ഇവിടെ നോക്കുന്നത്. നമ്മൾ സാധാരണ ഒരു ഫോട്ടോ എടുത്താൽ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറെ നേരമെടുക്കും. ഉദാഹരണത്തിന് നമുക്ക് ഈ ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്യാം. നമ്മൾ ലാസോ ടൂൾ വെച്ച് ഇത് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടെ ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ പല പല ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടേണ്ടി വരും. ഈ ഒരു സെലക്ഷൻ തന്നെയാണ് പലർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നത്. നമുക്ക് ഇതല്ലാതെ ഇതൊരു സിമ്പിളായി സെലക്ട് ചെയ്യുന്ന ഒരു രീതി ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമുക്ക് ഈ സെലക്ഷൻ ഡീസെലക്ട് ചെയ്യാം. അതിനുവേണ്ടി Ctrl+D അടിച്ചാൽ മതി. ശേഷം നമ്മൾ സെലക്ട് ചെയ്യുന്ന മെനുവിൽ നിന്ന് കളർ റേഞ്ച് എന്ന ഓപ്ഷൻ. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കമ്പ്യൂട്ടർ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം വരുന്ന നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേ രീതിയിലൊരു ബ്ലാക്ക് സ്ക്രീനാണ് വരിക. നമുക്ക് ഇവിടെ ഇമേജ് ജസ്റ്റ് ഒന്ന് കാണാൻ കീബോർഡിൽ Ctrl+K ഒന്ന് അമർത്തിയാൽ മതി. നമ്മൾ ഈ ആദ്യത്തെ ടൂൾ എടുത്ത് നമുക്ക് വേണ്ട റേഞ്ച് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഈ റേഞ്ച് വേണമെന്നാണ് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് കൂടുതൽ ഭാഗങ്ങൾ ആഡ് ചെയ്യാം. ആഡ് സാമ്പിൾ ക്ലിക്ക് ചെയ്യാം. ശേഷം ഇങ്ങനെ നമ്മൾ ആഡ് സാമ്പിൾ കൂട്ടുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ബ്ലാക്കിലെ ഭാഗം നമ്മൾ സെലക്ട് ആവില്ല, വൈറ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ഏതെങ്കിലും കളർ വേണ്ട എന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ വെച്ച് നമുക്ക് കളർ മാനേജ് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ ഓക്കെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഇതേ രീതിയിലുള്ള സെലക്ഷൻ വരും. ഇവിടെ നമുക്കൊരു സെലക്ഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ ക്വിക്ക് സെലക്ഷൻ ടൂൾ എടുത്ത് ഇവിടെ മൈനസ് ആക്കിയതിന് ശേഷം നമുക്ക് വേണ്ടാത്ത വന്നത് ക്ലിക്ക് ചെയ്യും. അപ്പോൾ ആ കളർ പോകുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കളർ എങ്ങനെ മാറ്റാം എന്നാണ് നോക്കുന്നത്. അതിന് ഇമേജ് അഡ്ജസ്റ്റ്മെൻറ്റ് ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഡയലോഗ് ബോക്സ് വരുന്നതാണ്. ഇവിടെ നമുക്ക് കളർ മാറുന്ന ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് മൊബൈല്, കമ്പ്യൂട്ടർ എന്നിവയുടെ സംശയങ്ങൾ ചോദിക്കാം. താഴെ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പേര്, സ്ഥലം, ജോയിൻ എന്ന് ടൈപ്പ് ചെയ്ത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഹ്യൂ മാറ്റിയതിന് ശേഷം നമുക്ക് സാച്ചുറേഷൻ കുറച്ച് കൂട്ടാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ലൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാം. ശേഷം ഇവിടെ കാണുന്ന ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഇതേ രീതിയിൽ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. ഇനി നമുക്ക് കളറിനെ മറ്റൊരു രീതിയിൽ തന്നെ ഇവിടെ സെറ്റ് ചെയ്യാം. സെലക്ട് കളർ റേഞ്ച്. ഇവിടെ കളർ സാമ്പിൾ റെഡ്, യെല്ലോ, ഗ്രീൻ, സിയാൻ, ബ്ലൂ, മജന്ത, ഹൈലൈറ്റ്, മിഡ് ടോൺ, ഷാഡോ. ഇവിടെ നമ്മളിപ്പോൾ റെഡ് കൊടുത്ത് ഓക്കെ ക്ലിക്ക് ചെയ്ത ഇവിടെ റെഡ് ഭാഗം ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ചെയ്യും. ഇതേ രീതിയിൽ നമുക്ക് കളർ ചേഞ്ച്. അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മുടെ കളർ ചേഞ്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഉൾക്കാഴ്ചയിൽ നിന്നും ഞാൻ ഷുഫേഖ്.
നന്ദി, നമസ്കാരം.